ഇന്ന് രാവിലെ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവ വന്നിട്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കറക്റ്റ് സമയത്ത് തന്നെ ചുട്ടില്ലെങ്കിൽ മറിച്ചൊക്കെ ഇട്ടില്ലെങ്കിൽ അതെന്തെങ്കിലും കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഉമ്മ തരാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കിഡ്നി വേണമെന്ന് ചോദിച്ചു. അവളതും കഴിച്ചുകൊണ്ടും പോയിട്ട് ചപ്പാത്തിയും പീനട്ടും മതി എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. ചില സമയത്ത് ഇങ്ങനെ കൊമളച്ച് വരോട്ടോ, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. ഇന്ന് എനിക്ക് തയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ മീൻ കറിയും കൂടി വെച്ചിട്ടാണ് ഇന്നലത്തെ മാച്ചാനില്ലേ, ആ മാച്ചാനെ നന്നാക്കിയതിന് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് മുളക് പൊടിയും ആവശ്യത്തിനൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി കലക്കിയിട്ട് അടുപ്പത്തോട്ട് വെച്ച് തിളച്ച് വരുമ്പോൾ ആ മീനും കൂടി ഇട്ട് താളിച്ചിടുന്നത് ഉച്ചക്കിടാന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ആ പകുതിയൊക്കെ ആക്കി പാത്രമൊക്കെ കഴുകി സൂനം കുളിപ്പിച്ചിട്ട് അങ്ങനെ വടിയിലോട്ട് പോയി. പോണ സമയത്ത് ഈ ചേട്ടൻ അവിടെ ഇന്ന് അതിങ്ങനെ ചെയ്യണുണ്ടായി. പാലത്തിൻ്റെ തൊട്ട് താഴെട്ടാ. ഞാനമ്മയുടെ ചേച്ചിക്ക് സ്കൂളില്ല, അത്തച്ചമയോ കാരണം തൃപ്പൂണിത്തറ ഭാഗത്തുള്ള സ്കൂളുകൾക്ക് അവധിയാണ്. ഈ മടലും കൊണ്ട് പോണത് എന്താണെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ വന്ന വഴി ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മീനും വാങ്ങിയിട്ടാ. നല്ല പച്ച മീനായിരുന്നു, മുള്ളൻ എന്ന് പറയുന്ന മീനില്ലേ, അതായിരുന്നു കൂടുതലോട്ടോ. ഞാനത് കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്ത് കുറച്ചെടുത്ത് തിളപ്പിക്കുകയും കൂടി ചെയ്തിട്ടാ. ഇതിനാക്കാൻ പോണതിന് മുമ്പായിട്ട് കറണ്ട് പോയായിരുന്നേ. അപ്പം ഞാൻ അംഗനവാടിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വിളിച്ചു നോക്കിയപ്പോൾ കറണ്ട് 4:30 ആവാണ്ട് വരില്ലെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഈ മീൻ വാങ്ങിയത്. അപ്പോൾ എനിക്ക് തയ്ക്കാൻ പറ്റൂലല്ലോ, മെഷീൻ ഓഫ് ആയിരിക്കുമല്ലോ കറണ്ട് ഇല്ലാത്ത കാരണം. വീട്ടിൽ വന്ന് കയറിയപ്പോൾ കറണ്ട് വരികയും ചെയ്തു. ഞാനിവിടെ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും മീൻ മേടിച്ച് അത് ചെയ്യാണ്ട് പറ്റൂല. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിളപ്പിച്ചിക്കലും കഴിഞ്ഞപ്പോൾ കറണ്ട് പിന്നെയും പോയി. അപ്പോഴേക്കാളും ഇവ വന്നിട്ടാ. പിന്നെ ഞാൻ ഇവും കൂടി ചോറൊക്കെ തിന്ന് പറയാൻ മറന്നു. ഇതിൻ്റെ ഒരു കുഞ്ഞു ചട്ടിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീനൊക്കെ ഇട്ടുമ്പോൾ ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ചട്ടി ചെറുതായ കാരണം കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആ ചട്ടി അതിനിട്ട് ഇങ്ങനെ ചുറ്റിക്കണം കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കും. രാവിലെ കറിയാക്കിയ മീനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാ നാളെ എടുക്കാം. ഞാൻ ഇവും കൂടി ചോറ് തന്നെ കേട്ടോ. വറുത്ത മീനും ഉണ്ട്, ഈ മീൻ കറിയും ഉണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് കറണ്ട് വന്നിട്ടാ, പിന്നെ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വേഗം പോയി തയ്ക്കാനായിരുന്നു കേട്ടോ.